നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇപ്പം നമ്മൾ 12 പോർട്ടലാണ്. ഇത് ലാസ്റ്റ് പോർട്ടൽ ഓഫ് ദ ഇയർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരാൻ പോകുന്നത് 111 ആണ്. അതായത് ജനുവരി 11 നമ്മുടെ നെക്സ്റ്റ് പോർട്ടൽ വരും. അതുവരെ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ, ആൻഡ് പുതിയ കൊല്ലം കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ പോർട്ടൽ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എപ്പോഴും റെഗുലറായിട്ട് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ എല്ലാ ഫുൾ മൂൺ ന്യൂ മൂൺ എല്ലാം നോക്കിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം, ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ലൈക്ക് നിങ്ങൾക്ക് കളയാനുള്ളതൊക്കെ കളയാം. ഓക്കെ, ഡീ ക്ലട്ടർ. നമ്മൾ എന്താ പറയുക, കാർത്തിക മാസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ സെലിബ്രേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാറില്ലേ, എന്താ പറയുക, വീട്ടിലെല്ലാം കുറേ കളയുന്ന അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക, എല്ലാം കളയേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളയുക. ഡീ ക്ലട്ടർ എന്നാണ് പറയുക. ഓക്കെ, ഡീ ക്ലട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അനാവശ്യമായ സാധനങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന രീതിയിലാണ്. സ്പേസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇരിക്കുന്ന സ്പേസ്, നിങ്ങളുടെ റൂം റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഇല്ല എന്നല്ല. ബട്ട് ഇന്നത്തെ ദിവസം എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അൺവാണ്ടഡ് കാര്യങ്ങളാണ്, കുറേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വിട്ടേക്കുക, കളഞ്ഞേക്കുക. ഓക്കെ, ഒരു എനർജി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ നിങ്ങൾ അവനവനെ ചെയ്യേണ്ടത്, നിങ്ങൾ കുളിക്കുമ്പോൾ ഉപ്പിട്ട് കുളിക്കുക. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതെങ്ങനെ ചെയ്യാന്ന് ഇനി പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കൂടി പറയാണ്. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു പാത്രത്തിലോ ബൗളിലോ നിങ്ങൾ ഒരു ലേശം, ഒരു സ്പൂൺ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപ്പ് കരുതി വെക്കുക. ആ ഉപ്പിനെ നിങ്ങൾ വെള്ളത്തിലിട്ട് അലിയിക്കാൻ കല്ലുപ്പ് എടുക്കാം. കല്ലുപ്പ്, ഹിമാലയൻ സോൾട്ട്, പിങ്ക് ഹിമാലയൻ സോൾട്ട്, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സാധാ വീട്ടിലെ കല്ലുപ്പ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് മതി, അതായാലും കുഴപ്പമില്ല. സാധാ ഉപ്പ് പൊടി പൗഡർ ആയാലും ഒരു വിരോധമില്ല. ഓക്കെ, എന്തും യൂസ് ചെയ്യാം നിങ്ങൾക്ക്, ഉപ്പിന്റെ ഒരു ഇത് വേണമെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് യൂസ് ചെയ്താൽ മതി. മെനക്കെട്ട് ഓടിപ്പോയി വാങ്ങാനോ പിടിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഉള്ളത് യൂസ് ചെയ്യാം. ആ സോൾട്ടിന്റെ ബെനിഫിറ്റ് അത് ഏത് രൂപത്തിലായാലും നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ മറ്റേ പൊടിയുപ്പിൽ ലേശം കലർപ്പുണ്ട് എന്ന് പറയും, അത്രേ ഉള്ളൂ, സാരമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഉപ്പ് റെഡിയാക്കി വെക്കുക. ഒരു ചെറിയ ബൗളിലോ എന്തെങ്കിലും റെഡിയാക്കി ബാത്റൂമിൽ വെക്കുക. കല്ലുപ്പാണെങ്കിൽ അലിയാൻ വേണ്ടി റെഡിയാക്കിയിട്ട് ഒരു ബൗളിൽ വെള്ളമൊഴിച്ച് അലിയാൻ വേണ്ടി റെഡിയാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കുളിക്കുക. ആസ് യൂഷ്വൽ നിങ്ങൾ കുളിക്കുക. കുളി കഴിയുമ്പോൾ ലാസ്റ്റ് ആവാറാകുമ്പോൾ സോപ്പിട്ട് കഴുകി കളഞ്ഞ ശേഷം ഓക്കെ, നിങ്ങൾ ഈ ഉപ്പിനെ നിങ്ങൾ കുളിക്കുന്ന ബക്കറ്റിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ആൻഡ് അത് 1-2 ബക്കറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അത് ജസ്റ്റ് അത് നല്ലോണം അത് മേൽ ഒഴിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ലാസ്റ്റ് പിന്നെ അതിന് ശേഷം സോപ്പിടാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ലാസ്റ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മൾ സോൾട്ട് ബാത്ത് റിച്വൽ നമ്മുടെ. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡിന് ഇരിക്കുന്നതിന് മുമ്പ് ഓക്കെ, നിങ്ങൾ ലേശം നിങ്ങളുടെ റൂം ഓൾറെഡി ഞാൻ പറഞ്ഞു, പറ്റുന്ന നിങ്ങൾ ഇരിക്കുന്ന സ്പേസ് ഒക്കെ നിങ്ങൾ ക്ലെൻസ് ചെയ്യാൻ അഗർബത്തി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചന്ദനത്തിരിയോ വിളക്ക് കൊളുത്തി വെക്കുക, ക്യാൻഡിൽ കൊളുത്തി വെക്കുക, ചന്ദനത്തിരി കൊളുത്തി വെക്കുക. ഓക്കെ, സ്പേസിനൊക്കെ ഒന്ന് എല്ലാവിടെയും ഒന്ന് നടന്ന് കാണിക്കുക. വീട്ടിൽ മുഴുവൻ കാണിക്കുക. ഒന്ന് എനർജി ഫ്രഷ് ആവട്ടെ. സാധിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റൂം ഇരിക്കുന്ന സ്ഥലം ചെയ്യാം. എല്ലാം ഒന്ന് ഫ്രഷ് എനർജി വരുത്തിയിട്ട് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, ആൻഡ് പറ്റുകയാണെങ്കിൽ ശാന്തമായി ഒരു സമയം കണ്ടുപിടിച്ച് ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കാം. ആൻഡ് ഓക്കെ, വേറെന്താണ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് തരേണ്ടത്? ഇത് മെയിൻ കാര്യങ്ങൾ, നിങ്ങളുടെ ക്ലെൻസിങ്, റൂമിൻ്റെ ക്ലെൻസിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് കുറച്ച് നേരം പറ്റിയാൽ ഇന്നത്തെ ദിവസം രാവിലെ പുലർച്ചെ രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണി എന്നാണ് ഈ ഒരു സമയമാണ് ഇന്നത്തെ മെയിൻ. ബട്ട് രണ്ടും ആക്ച്വലി ലേശം കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, സമയങ്ങൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണം നിർബന്ധമില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് ശേഷം ചെയ്യാം. ഓക്കെ, വൈകുന്നേരത്ത് സന്ധ്യയ്ക്ക് ശേഷം ഒരു 6 മണിക്ക് ശേഷം 6-7 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഇരിക്കാം നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 12 അത് മാനിഫെസ്റ്റേഷനെ ഞാൻ വേറെ പറയാം. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊരു ചെറിയ മെഡിറ്റേഷൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരല്പനേരം നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ മ്യൂസിക് വെച്ച് അത് കേട്ടോണ്ടിരിക്കാം. ഓക്കെ, ജസ്റ്റ് അത് കേട്ട് നിങ്ങൾ ഒന്ന് റിലാക്സ് ആവുക. ജസ്റ്റ് ഒന്ന് ബ്രീതിങ് ഒന്ന് റിലാക്സ് ചെയ്യുക, ശാന്തമായിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാം. ആൻഡ് ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് എന്ന് നമ്മൾ പറയാൻ പോകുന്ന 12 പോർട്ടലിൻ്റെ ആയതുകൊണ്ട് കുറച്ച് സ്പെസിഫിക് ആയിട്ട് സമയത്തിൽ വേണമല്ലോ ചെയ്യാൻ. ഓക്കെ, അതാണ് ഇന്നത്തെ മീൻസ് അതൊരു സ്പെസിഫിക് ഇന്നത്തെ ഡേയിന് സ്പെഷ്യലാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. 2-3 മെത്തേഡ്സ് ഞാൻ പറയും. അതിൽ ഫസ്റ്റ് മെത്തേഡ് 12 AM അല്ലെങ്കിൽ 12 PM, അതായത് ഇന്നിപ്പോൾ രാത്രി ഇന്നിപ്പോൾ ഓൾറെഡി കഴിയൂലേ. ഓക്കെ, നാളെ രാത്രി ഇന്ന് എടുക്കാൻ വേണമെങ്കിൽ
ഓക്കെ 12 AM ചെയ്യാം, അല്ല ഇന്ന് ചെയ്യണമായിരുന്നു. ഓക്കെ സോറി, ഞാൻ പറയാൻ ലേറ്റ് ആയിപ്പോയി. ഓക്കെ ഇത് നിങ്ങൾ ഉച്ചയ്ക്ക് എടുത്തോളൂ ഇനിയിപ്പോൾ. ഓക്കെ 12 PM എടുത്തോളൂ. ഓക്കെ 12 PM നിങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ ആ സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യാം. ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ്. ഓക്കെ ഇത് ഒരു ഐ തിങ്ക് നമ്മൾ 11 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ മെത്തേഡാണ് ഞാൻ പറയുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, സമയം മാത്രം വേറെ. 11 പോർട്ടലിൽ നമ്മൾ 11 AM ആൻഡ് 11 PM നമ്മൾ ചെയ്തിരുന്നു. ഇതിപ്പോൾ 12 AM ആൻഡ് 12 PM ചെയ്യാം. ഓക്കെ ഒരു മെത്തേഡ് ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് സോറി എനിക്കിതൊക്കെ ഇറിറ്റേഷനാണ് അതുകൊണ്ടാണ്. ഓക്കെ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് ഒരു 12 വിഷ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അത് പല പല കാര്യങ്ങളാവാം, നിങ്ങളുടെ ലൈഫിലുള്ള പല പല കാര്യങ്ങൾ. അതൊന്ന് കരിയറിനാവാം, ഒന്ന് ഹെൽത്തിനാവാം. ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം, ജോലിയിൽ എന്തെങ്കിലും, ജോലി സ്ഥലത്ത് എന്തെങ്കിലും ആഗ്രഹം, എന്തെങ്കിലും പെർട്ടിക്കുലർ ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കല്, ആരെങ്കിലും നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കല്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും ഫോൺ വാങ്ങണം, എന്ത് തന്നെ ആയാലും ശരി. അങ്ങനെ ഒരു 12 വിഷ് നിങ്ങൾ എഴുതാം. ഓക്കെ ഒന്ന് ഹെൽത്ത് ആവാം, ഹെൽത്തിനെ കുറിച്ച്, അതായത് നിങ്ങൾക്കൊരു ഹെൽത്ത് ശരിയാവണം, സ്ലിം ആവണം, അല്ലെങ്കിൽ ഹെൽത്തി ആവണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ആവണം, അങ്ങനെ എഴുതാം. വേറെ വേറെ എഴുതാം, സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. എന്താ പറയുക, കോൾഡ് പനിയൊന്നും എഴുതാൻ നിൽക്കരുത്. എന്തെങ്കിലും കുറച്ചുകൂടി നല്ല കാര്യം, ഇങ്ങനെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ അല്ലെങ്കിൽ എനിക്ക് സ്ലിം ആവണം, എനിക്ക് വളരെ ഫിറ്റ് ആവണം, ഓക്കെ എനിക്ക് ഹെൽത്തി ബോഡി വേണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ ഫസ്റ്റ് വൺ അത്. സെക്കൻഡ് വൺ നിങ്ങൾക്ക് കരിയർ, ജോബിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാം. ഓക്കെ തേർഡ് വൺ സ്റ്റഡീസിനെ കുറിച്ച് എഴുതാം. ഓക്കെ ഇത് ഓരോരുത്തർക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ. ഓക്കെ ഫോർത്ത് വൺ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൺ വാങ്ങണം സപ്പോസ്. ഓക്കെ ഫിഫ്ത്ത് വൺ ഇപ്പോൾ വേറെന്താ പറയുക, ഇപ്പോൾ ഇവിടെ റിലേഷൻഷിപ്സ് ബെറ്റർ അല്ലേ, റിലേഷൻഷിപ്സ് എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ. അതുപോലെ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ 6, 7, 8, 9, 10, 11, 12 12 ആഗ്രഹങ്ങൾ, വേറെ വേറെ ആഗ്രഹങ്ങൾ. ഓക്കെ ഇത് 12 AM ഇന്നത്തെ നമ്മുടെ മിസ്സായി, എനിക്കറിയാം, സോറി ഞാൻ ലേറ്റ് ആണ് ഞാൻ. പക്ഷെ ഓക്കെ എന്നാലും നിങ്ങൾ നാളെ രാത്രിയും വേണമെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ 12 കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട, നാളെയും ചെയ്യാം. ഓക്കെ ആക്ച്വലി ഇത് നാളെയും ചെയ്തോളൂ. 12 AM നാളെ ഉച്ചയ്ക്ക് ചെയ്യാം, നാളെ രാത്രിയും ചെയ്യാം. ഓക്കെ അങ്ങനെ ചെയ്യൂ. 12 ആഗ്രഹങ്ങൾ ഇത് എഴുതി വെക്കാം. ഓക്കെ ഇത് ഒരു തവണ എഴുതിയാൽ മതി, ജസ്റ്റ് 1 ടൈം. ഓക്കെ ഒരു 1 ടൈം മാത്രമേ നിങ്ങൾ എഴുതണ്ടൂ. ഇത് എഴുതിയിട്ട് ഇവിടെ താഴെ നമ്മൾ എപ്പോഴും എന്തും ചെയ്യുമ്പോൾ, മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ താങ്ക് യു ഗോഡ് എന്ന് പറയാം. ഓക്കെ ആൻഡ് ഇത് ആഗ്രഹങ്ങളാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ, വിഷസ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതായത് വേണം, എന്ത് വേണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. എനിക്ക് എൻ്റെ ഹെൽത്ത് ബെറ്റർ ആവണം, എൻ്റെ കരിയറിൽ എനിക്ക് ഇന്ന ജോലി കിട്ടണം, അല്ലെങ്കിൽ ഇത്ര സാലറി എനിക്ക് വേണം, എനിക്ക് ഇന്ന കാര്യം പഠിക്കാൻ പോകണം, അത് ആഗ്രഹമുണ്ട്, നടത്തിത്തരാം, നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിനോട്. ഓക്കെ റിലേഷൻഷിപ്പിൽ എനിക്ക് ബെറ്റർ ആക്കി തരണം എന്ന രീതിക്കൊക്കെ പ്രാർത്ഥിക്കലാണ്. സോ അങ്ങനെ 12 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതാം ആൻഡ് താങ്ക് യു ഗോഡ് എന്ന് എഴുതാം. ഓക്കെ ഓൾറെഡി തന്ന പോലെ ദൈവത്തിന് നന്ദി പറയാം. ഓക്കെ ഓൾറെഡി നമുക്കത് കിട്ടിക്കഴിഞ്ഞ പോലെ താങ്ക് യു പറയാം. ഓക്കെ സോ ഇത് 1 മെത്തേഡ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദിവസത്തിൽ 2 തവണ നിങ്ങൾക്ക് ചെയ്യാം, രാവിലെയും രാത്രിയും എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ ആൻഡ് ഓക്കെ ഇതേ മെത്തേഡ് ഇതിൽ തന്നെ നെക്സ്റ്റ് സെയിം ടൈമിംഗ്. ഓക്കെ സെയിം ടൈമിംഗ് ആയിരിക്കും, 12 AM 12 PM നിങ്ങൾക്ക് ചെയ്യാം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 സ്റ്റാർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ 12 സ്റ്റാർട്ട് ചെയ്ത് 12 ഉള്ളിൽ കഴിയാൻ പോലെ നിങ്ങൾ ചെയ്താൽ മതി. ആൻഡ് ഇവിടെ സെയിം തിങ് അഗെയിൻ സെക്കൻഡ് മെത്തേഡിലും 4 ഓക്കെ ഇതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഒരാഗ്രഹം. ഇപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രം, ഒരു ജോബിന്റെ ഒരു കാര്യം, സപ്പോസ് ജോബ് നിങ്ങൾക്ക് വേണം, ഓക്കെ അല്ലെങ്കിൽ ഇത്ര സാലറി നിങ്ങൾക്ക് വേണം, ഒരു ജോബ് കിട്ടാൻ. ഓക്കെ അത് നമുക്ക് കിട്ടിയ പോലെ തന്നെ എഴുതാം. ഓക്കെ അതായത് ഐ ഹാവ് റിസീവ്ഡ് അല്ലേ പറയാം, കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലം ഞാനൊരു സാമ്പിൾ പറയുന്നു എന്നേ ഉള്ളൂ. ഐ ഹാവ് റിസീവ്ഡ് the best job. ഓക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾ എഴുതാം. അതായത് എനിക്ക് ആഗ്രഹിച്ച ജോലി, ഓക്കെ ദ ജോബ് ഐ വോണ്ടഡ് എന്ന് എഴുതാം നിങ്ങൾക്ക്. ഓക്കെ ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി, ഓക്കെ എന്ന് എഴുതാം. അങ്ങനെ 12 ടൈംസ് നിങ്ങൾ എഴുതാം. അഫർമേഷൻ പോലെയാണിത്. ഐ ഹാവ് ഓൾറെഡി റിസീവ്ഡ് ദ ബെസ്റ്റ് ജോബ്. ആൻഡ് ഇതിൻ്റെയൊക്കെ എൻഡിൽ നിങ്ങൾ പറയുമ്പോൾ ബട്ട് താങ്ക് യു ഗോഡ് എന്നുകൂടി ചേർത്തോളൂ. ആൻഡ് ഇവിടെയും എഴുതുമ്പോഴും താങ്ക് യു ഗോഡ് എന്നുകൂടി എഴുതാം. ഓക്കെ ഇത് യൂസിങ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, കളർ നോർമലി ബ്ലൂ പെൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബ്ലൂ യൂസ് ചെയ്യുക, ബ്ലാക്ക് യൂസ് ചെയ്യണ്ട എന്ന് മാത്രം. ഒരൊറ്റ കണ്ടീഷനേ ഞാൻ പറയുന്നുള്ളൂ ആകെ. ഓക്കെ, ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ബ്ലാക്ക് യൂസ് ചെയ്യണ്ട, ബ്ലൂ യൂസ് ചെയ്തോളൂ. ഓക്കെ, റെഡ് നമ്മൾ റിലേഷൻഷിപ്സിന്റെ കാര്യത്തിനാണ് യൂസ് ചെയ്യാറ്. ഈ പോർഷനിൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട, നിങ്ങൾ വേണ്ട കളർ നിങ്ങൾ തോന്നിയ പോലെ യൂസ് ചെയ്തോളൂ, ഒരു വിരോധമില്ല. ഓക്കെ, കളറായിട്ട് എഴുതിക്കോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ഒന്നിന് റെഡ് എടുത്തു, ഒന്നിന് ഗ്രീൻ എടുത്തു, ഒന്നിന് ബ്ലൂ എടുത്തു, വട്ട് എവർ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ. ഓക്കെ, ഈ ഒരു അഫർമേഷന് മാത്രം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ റിലേഷൻഷിപ്പ് ചെയ്യുകയാണെങ്കിൽ റെഡ് യൂസ് ചെയ്യൂ. ഓക്കെ, റെഡോ പിങ്കോ ആവാം. അല്ലാത്തവർക്ക് മണി കാര്യങ്ങൾ, കരിയർ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഹെൽത്തിന്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്യൂ. ഓക്കെ, വേറെ ഇപ്പം എന്താ പറയാനുള്ളത്, ബാക്കിയെല്ലാം ബ്ലൂ യൂസ് ചെയ്യാം. ഓക്കെ, ബാക്കിയൊന്നും വരുന്നില്ല, ഇതല്ലേ ഉള്ളൂ. ഓക്കെ, സോ റെഡ് ഓർ ഗ്രീൻ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അത് മാത്രമേ ഇവിടെ എൻ്റെ ഭാഗത്തു നിന്നൊരു എനിക്ക് റൂള് എന്ന് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. അതും റൂളല്ല, ബ്ലൂ ഉണ്ടെങ്കിൽ ബ്ലൂ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. റെഡ് ഉണ്ടെങ്കിൽ ബെറ്റർ, ദാറ്റ്സ് ഓൾ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ഒരു പേപ്പറിൽ എഴുതും. ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇതിനെ മടക്കി നിങ്ങളുടെ പില്ലോവിൻ്റെ അടി കൊണ്ടേ വെക്കാം. ഓക്കെ, കാരണം ഇത് 12 വിഷസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഒറ്റ തവണ നമ്മൾ എഴുതുന്നുള്ളൂ, ഓൺലി 1 ടൈം. ഓക്കെ, നിങ്ങൾ എഴുതുക, അതിനെ മടക്കി, അഗെയിൻ ഞാൻ പറയാറുണ്ട്, മടക്കുമ്പോൾ എപ്പോഴും പേപ്പർ ഇങ്ങോട്ട് മടക്കണം, നമ്മളെ നോക്കി മടക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങളെ നോക്കി മടക്കിയിട്ട് ആ പേപ്പറിനെ കൊണ്ട് നിങ്ങൾ പില്ലോവിൻ്റെ അടിയിൽ വെക്കാം. ആൻഡ് ഈ വിഷ് നിങ്ങൾ ഇനി ഒരു 12 ദിവസം കണ്ടിന്യൂസ് അതെടുത്ത് വായിക്കാം. ഓക്കെ, അതെടുത്ത് വായിച്ചു നോക്കുക, പിന്നെയും തിരിച്ച് പില്ലോവിൻ്റെ അടിയിൽ വെക്കാം. അടുത്ത ദിവസം രാവിലെ എണീക്കുക, രാവിലെയും രാത്രിയും ചെയ്തോളൂ, 2 നേരവും ചെയ്തോളൂ. 2 നേരം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പും എഴുന്നേറ്റ ഉടനെ ഓക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓക്കെ നിങ്ങൾ ദൈവത്തിനോട് ഒന്ന് പറയുന്ന പോലെ വായിക്കുക, അതിനെ വീണ്ടും പില്ലോവിൻ്റെ അടിയിൽ വെക്കുക. ഓക്കെ, സോ അത് ഫസ്റ്റ് അതിൻ്റെ സെക്കൻഡ്. ഓക്കെ, 12 ദിവസത്തിന് ശേഷം നിങ്ങൾ റൂൾസ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയൊന്നും ആലോചിക്കാനൊന്നുമില്ല. ഓക്കെ, എനിവേ പറയാം. നിങ്ങൾക്ക് 12 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇതിനെ നിങ്ങൾ പില്ലോവിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് നിങ്ങൾ വായിച്ച ശേഷം നിങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് ബേൺ ചെയ്ത് അതിൻ്റെ ആഷസ് നിങ്ങൾ പുറത്ത് കളയാം ഇൻ ദ സെൻസ് പറത്തി വിടാം. ഓക്കെ, പറത്തി വിടാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളുടെ അടിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാം. ഓക്കെ, കുഴിച്ചിടുന്ന നല്ലതാണ്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വല്ല ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാം, നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, 2-3 മെത്തേഡ് ഉണ്ട് അതിന്. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, ജസ്റ്റ് ട്രാഷിൽ കളയണ്ടെന്ന് മാത്രം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചോളൂ, സൂക്ഷിച്ചെടുത്ത് വെച്ചോളൂ, ആഗ്രഹങ്ങൾ നടക്കുന്നവരെ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ച് വെച്ചോളൂ, നോ പ്രോബ്ലം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ സെക്കൻഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞത് ഒരാഗ്രഹം മാത്രം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ 12 പ്രാവശ്യം എഴുതുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഓൾറെഡി കിട്ടിയ പോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ 12 ദിവസം എഴുതണം. പക്ഷെ ഓക്കെ, ഇത് നമ്മൾ ഒരു ദിവസം എഴുതും, ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം, 1 ഡേ ഓൺലി. ഓക്കെ, നാളെ മാത്രം കേട്ടോ. ഓക്കെ, ഇത് ഡെയിലി ഫോർ 12 ഡേയ്സ്, 12 ദിവസം നിങ്ങൾ ഇതേ സാധനം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇതേപോലെ 12 ടൈംസ് നിങ്ങൾ എഴുതാം. ഓക്കെ, എഴുതിയിട്ട് അപ്പോൾ 12 പേപ്പർ ആവും ചിലപ്പോൾ, അല്ലെങ്കിൽ ബുക്കിന്റെ 12 പേജ് ആവും. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ചോളാം. ആ പേപ്പേഴ്സ് എല്ലാം കൂടിയിട്ട് ഈ 12 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ അതേ മെത്തേഡ് കത്തിച്ചിട്ട് അതിൻ്റെ ആഷസ് പറത്തിക്കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചെടുത്തും വെക്കാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ ചെടിയുടെ അടിയിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറ്റിയ അങ്ങനെ 12 പേപ്പർ ഉണ്ടാവും. സോ ആലോചിക്കുക, നിങ്ങൾക്ക് പറ്റിയ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാം. ഓക്കെ, സോ ഇങ്ങനെ ഈ 2 മെത്തേഡിന് അതാണ് ഇതിൻ്റെ എന്താ പറയുക കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ആൻഡ് സമയങ്ങൾ ഓർമ്മയുണ്ടല്ലോ, 12 AM 12 PM ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ആ സമയത്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട. ഓക്കെ, ഒരു ടെൻഷനും വേണ്ട, നാളത്തെ ദിവസം എപ്പോഴെങ്കിലും ഇരുന്ന് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. ഓക്കെ, സന്ധ്യയ്ക്ക് ശേഷം ഇരുന്ന് ക്യാൻഡിലൊക്കെ കൊളുത്തി വെച്ച് സമാധാനമായിട്ട് ശാന്തമായിട്ട് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. ഓക്കെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട, അയ്യോ എനിക്ക് പറ്റിയില്ല. കാരണം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം റിലാക്സ് ആവുന്നോ അത്രത്തോളം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളുടെ കൂടും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ, വെറുതെ ആ ടെൻഷനാണ് കൂടുതൽ വരുന്നത്. ടെൻഷൻ അടിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മുടെ കോൺസെൻട്രേഷൻ കാര്യത്തിലേക്ക് കൊടുക്കും. അത് എപ്പോൾ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഒരുപാട് ചിന്തിക്കാതിരിക്കാം, ഒരുപാട് ചിന്തിച്ച് കൂട്ടാതിരിക്കാം. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയാൻ പറ്റുക. ഓക്കെ, ഇനി തേർഡ് മെത്തേഡ് പറയാം. ഓക്കെ, 3 പറയാമെന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, സോറി, ഐ തിങ്ക് എനിക്ക് 2 ഉണ്ടായിരുന്നുള്ളൂ പറയാൻ ഇതിനെക്കുറിച്ച്. ഓക്കെ, 2 മെത്തേഡ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഞാൻ ലവ് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഇതേ മെത്തേഡ് തന്നെയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ലവ് മാനിഫെസ്റ്റേഷന് യൂസ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്കത് ഡൗട്ട് വേണ്ട. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സിംഗിൾ മാനിഫെസ്റ്റേഷൻ ചെയ്തത്
ഇത് 12:12 AM നും 12:12 PM നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ദിവസത്തിൽ 2 തവണ ചെയ്യാം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ദിവസത്തിൽ 2 തവണ ചെയ്യാം. 12:12 AM നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ആൻഡ് 12:12 PM വീണ്ടും ചെയ്യാം. ഓക്കെ, 2 തവണ ദിവസത്തിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ 12:12 പോർട്ടലിന്റെ അന്ന് തൊട്ട്, അതായത് നാളെ തൊട്ട്, ഇന്ന് തൊട്ട് നിങ്ങൾക്ക് 12 ദിവസം ഈ 12-12 രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കാം. രാവിലെയും ഉച്ചയ്ക്കും നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഇത് എല്ലാ മെത്തേഡും, ഈ 2 മെത്തേഡും നിങ്ങൾക്ക് അതേപോലെ ഫോളോ ചെയ്യാം. ദിവസത്തിൽ 2 തവണ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് വാട്ട് ഞാൻ പറയാൻ വന്നത്, ഈ ഒരു സിംഗിൾ വിഷ് നമ്മൾ എഴുതുന്നത്, ഓക്കെ, സിംഗിൾ വിഷ് എഴുതുന്നതിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യത്തിന്, സ്പെഷ്യലി നിങ്ങൾ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ എഴുതാം. ഓക്കെ, എൻ്റെ പേഴ്സണുമായിട്ട് എൻ്റെ റിലേഷൻഷിപ്പ് വളരെ നല്ലതാണ്, ആ പേഴ്സൺ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സണും ഞാനും തമ്മിൽ ഓൾറെഡി റീയൂണിയൻ ആയി, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ കോൺടാക്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ എഴുതാം. ഒരു സെന്റൻസ് എഴുതാണെങ്കിൽ അങ്ങനെ, അല്ല കുറച്ച് 2-3 സെന്റൻസ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്ത് 12 തവണ എഴുതാം. ഓക്കെ, സോ ഈ പേപ്പർ അഗൈൻ നിങ്ങൾക്കിത് വിഷ് ഞാൻ പറഞ്ഞ പോലെ 12-12 AM 12-12 PM 2 തവണ ചെയ്യാം ദിവസത്തിൽ. ആൻഡ് ഈ പേപ്പേഴ്സ് എല്ലാം കൂടി ലാസ്റ്റ് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ അതേ മെത്തേഡ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. സോ ഇതും നിങ്ങൾക്ക് ലവ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെത്തേഡാണിത്. ഓക്കെ, വേറെ നിങ്ങൾക്ക് സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സ്വിച്ച് വേർഡ്സ് നിങ്ങൾക്ക് ഞാൻ മുമ്പും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ 1-2 സ്വിച്ച് വേർഡ്സ് ഞാൻ പറയാം. നിങ്ങൾ ഈ 12-12 പോർട്ടലിൽ തന്നെ, ഓക്കെ, ഈ 12:12 AM 12:12 PM നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ലൈക്ക് ഒരു മെത്തേഡ് ഞാൻ പറയാം. ഓക്കെ, 1 2 3 ഞാൻ എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് പോട്ടെ, സാറില്ല. ഓക്കെ, നിങ്ങളിവിടെ ഒരു സ്വിച്ച് വേർഡ് എടുക്കാം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഞാൻ 2-3 സ്വിച്ച് വേർഡ്സ് ഞാനിവിടെ പറയാൻ ശ്രമിക്കാം. എൻ്റെ കയ്യിൽ ഒന്ന് എടുത്തു വെക്കണം, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഒന്ന് എനിക്ക് ഓർമ്മയുള്ളത് ഞാനിപ്പോൾ തന്നെ പറയാം. ഒന്ന് ഡിവൈൻ മാജിക് ബിഗിൻ നൗ. ഓക്കെ, അത് എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഡിവൈൻ മാജിക് ബിഗിൻ നൗ ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഫുൾ ക്യാപിറ്റൽ ആയിരിക്കണം, ഇടയിൽ ഈ ഹൈഫൻ ഇടാം. ഓക്കെ, ഡിവൈൻ മാജിക് ബിഗിൻ, സോറി കേട്ടോ, ബിഗിൻ നൗ, സോറി എൻ്റെ മിസ്റ്റേക്ക് ആണേ. ഡിവൈൻ മാജിക് ബിഗിൻ നൗ, പറഞ്ഞു എഴുതിയില്ല അല്ലെ. ഓക്കെ, ഡിവൈൻ മാജിക് ബിഗിൻ നൗ ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, സോ ഇതുപോലെ 12 തവണ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഇത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലെ ഇന്റൻഷൻ ആദ്യം ആലോചിച്ച് വെക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആദ്യമേ ആലോചിച്ച് വെക്കുക. അതായത് ഇപ്പോൾ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആവാനാണോ, നല്ല ജോലി കിട്ടാൻ, എല്ലാത്തിനും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഇറ്റ്സ് ഫോർ എവറിത്തിങ്, എനിത്തിങ് യു വാണ്ട്, ജോബ്, ഹെൽത്ത്, ലവ്, എന്ത് തന്നെ ആയാലും. ഓക്കെ, ഇതെല്ലാത്തിനും യൂസ് ചെയ്യാം. അഗെയിൻ സെയിം തിങ്, 12:12 AM 12:12 PM നിങ്ങൾക്ക് ചെയ്യാം. രാവിലെയും രാത്രിയും ചെയ്യാം, ഉച്ചയ്ക്കും ചെയ്യാം. 12 തവണ നിങ്ങളുടെ ഈ ഒരു സെന്റൻസ് എഴുതാം. ഡിവൈൻ മാജിക് ബിഗിൻ നൗ, ഡിവൈൻ മാജിക് ബിഗിൻ നൗ. ആൻഡ് പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ആ ഇന്റൻഷൻ, നിങ്ങൾ എന്താ വേണ്ടതെന്ന് മാത്രം നിങ്ങൾ നന്നായിട്ട് ഓർത്തെടുത്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങുക. ഓക്കെ, ഇതിനൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ആദ്യം സോൾട്ട് ഇട്ട് കുളിക്കല്, ക്യാൻഡിൽ കൊളുത്തി വെക്കല്, അല്ലെങ്കിൽ റൂം ക്ലൻസ് ചെയ്യല്, ആൻഡ് ദെൻ നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ശാന്തമാവല്, അങ്ങനത്തെ കാര്യങ്ങൾ. ബട്ട് അത് ഈ 12-12 നടക്കും തോന്നുന്നില്ല. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് സന്ധ്യ നേരത്തെ അങ്ങനെ വല്ലപ്പോഴൊക്കെ നിങ്ങൾക്ക് അതും ചെയ്യാം. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾ സെന്റൻസ് 12 തവണ എഴുതാം. ഇത് സ്വിച്ച് വേർഡ് എന്നാണ് ഇതിനെ പറയുക. ബൈ ദ വേ, ഡിവൈൻ മാജിക് ബിഗിൻ നൗ നമ്മുടെ ലൈഫിലേക്ക് എല്ലാ ബ്ലെസ്സിങ്ങും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, മാജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കാൻ നമ്മൾ ഡിവൈനോട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, സോ ബിഗിൻ നൗ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, മാജിക്കൽ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത് ഏത് കാര്യത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ലവ് റിലേഷൻഷിപ്പ് സ്പെഷ്യലായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട, യെസ് പറ്റും, എല്ലാത്തിനും പറ്റും. ഓക്കെ, ഇതേപോലെ വേറൊരു സ്വിച്ച് വേർഡ് ഉള്ളത് നമ്മുടെ ഗോൾഡൻ സൺറൈസ്. ഓക്കെ, ഇതും ഒരു സ്വിച്ച് വേർഡ് ആണ്. പിന്നെ ഡിവൈൻ മാജിക് ബിഗിൻ നൗ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇത് 1, ഇത് സെക്കൻഡ് മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് സ്വിച്ച് വേർഡ്, സെക്കൻഡ് സ്വിച്ച് വേർഡ്. ഓക്കെ, ഗോൾഡൻ സൺറൈസ് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എല്ലാം മാറി നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരാൻ വേണ്ടിയിട്ടാണ്, ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് അട്രാക്ട് ചെയ്യുക എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുക. സോ നമ്മുടെ ലൈഫിൽ എല്ലാം നല്ലതായിട്ട് ബ്ലെസ്സിങ് ആയിട്ട് വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്.
ഓക്കെ, തേർഡ് വൺ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന് സ്പെഷ്യലായിട്ട് ഡിവൈൻ ലവ്, ഇത്രേ വേണ്ടു. ഓക്കെ, ഡിവൈൻ ലവ് ഇത് നിങ്ങൾ 12 തവണ എഴുതാം. ഓക്കെ, ഒന്നും കൂടി ഇതൊക്കെ കൂടി ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ലാസ്റ്റ് നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റ്. ഓക്കെ, ഡിവൈൻ ബ്രിങ് ടുഗെദർ വിത്ത് ലവ്. ഓക്കെ, ഡിവൈൻ ബ്രിങ് ടുഗെദർ വിത്ത് ലവ് എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒരു റിയൂണിയൻ, വീണ്ടും ഒരു അല്ലെങ്കിൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ പ്രാർത്ഥിക്കാം. ഓക്കെ, ഡിവൈൻ ബ്രിങ് ടുഗെദർ അല്ലെ, നമ്മളെ ഒന്നിച്ച് കൊണ്ടുവരിക എന്ന രീതിയിൽ. ആൻഡ് വിത്ത് ലവ്, സ്നേഹത്തോടെ വീണ്ടും ഒന്നിക്കുക എന്ന രീതിയിൽ. ഓക്കെ, സോ മൂന്നാലെണ്ണം പറഞ്ഞു ഞാനിവിടെ. ഓക്കെ, ഒന്ന് മണിക്ക് തരാം. മണിക്കുള്ളത് അഗൈൻ എല്ലാം ഡിവൈൻ എന്ന് തുടങ്ങുക, കൂടുതലും അങ്ങനെയാണ് എല്ലാത്തിലും. ഡിവൈൻ ഫൈൻഡ് കൗണ്ട്. ഓക്കെ, അതായത് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പൈസ എണ്ണ. ഓക്കെ, ഫൈൻഡ് എന്ന് പറഞ്ഞാൽ മണിയിലേക്ക് എത്താനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തരാൻ. ഓക്കെ, നമ്മൾ അതായത് നമ്മളിലേക്ക് നമുക്ക് എന്തെങ്കിലും ഏണിംഗ് വരാൻ, എന്തെങ്കിലും പൈസ കിട്ടാൻ, അതിനൊക്കെയുള്ള വഴികൾ കാണിച്ചു തരാൻ. ഓക്കെ, അങ്ങനെ പ്രാർത്ഥിക്കലാണ് ഡിവൈൻ ഫൈൻഡ് കൗണ്ട്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും മണി പ്രോബ്ലംസ് അങ്ങനത്തെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഒന്നും കൂടി മണിയുടെ നോക്കട്ടെ ഞാൻ ഏതാണ് പറയേണ്ടത്. ഓക്കെ, ഡിവൈൻ അബണ്ടൻസ് ഉണ്ട്, അത് മതിയോ? ഓക്കെ, ലെറ്റ്സ് സീ. ഡിവൈൻ അബണ്ടൻസ്, നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം അബണ്ടൻസ് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന പോലെ. ഓക്കെ, ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങൾക്കാണ്. ഇത് നിങ്ങൾക്ക് ജനറലായിട്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാ ഹാപ്പിനെസ്സിന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ലൈഫിൽ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ എല്ലാം നല്ലത് നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ചെയ്യാം. പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം, മാറ്റങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി, ഇതും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി. ഇത് മണിയുടെ കാര്യത്തിന്, ഇതും മണിയുടെ കാര്യത്തിന്. ഓക്കെ, വേറെ എന്തെങ്കിലും കൂടി എനിക്ക് തരാൻ? ഓക്കെ, ഹെൽത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് തരാം. ഇത് രണ്ടും ജനറലാണ്. ഇത് ലവിന്റെ കാര്യത്തിലാണ്, ഇത് മണിക്കാണ്. ഓക്കെ, ഹെൽത്തിന് ഡിവൈൻ വാൾനട്ട് ബി എന്ന് പറയാം. ഓക്കെ, ഡിവൈൻ വാൾനട്ട് ബി, ഇതൊക്കെ സ്വിച്ച് വേർഡ്സ് ആണ്. ഇതിലൊക്കെ കുറെ പവർഫുൾ വേർഡ്സ് പറയും. ഓരോ വേർഡിന് ഓരോ മീനിങ് എന്ന രീതിയിലാണ് എടുക്കുക. സോ ഇത് നിങ്ങൾക്ക് വാൾനട്ട് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആവാനുള്ള ഒരു സ്വിച്ച് വേർഡാണിത്. ഓക്കെ, ഒന്നും കൂടി പറയാം. ഹെൽത്തിന് വേണ്ടി, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബോഡി പെയിൻ, സ്ട്രെസ് ഉണ്ടാവുക, ബോഡി പെയിൻ അങ്ങനത്തെ കാര്യങ്ങൾ, ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ സ്ട്രക്ചർ അഡ്ജസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സ്ട്രക്ചർ അഡ്ജസ്റ്റ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പെയിന് അങ്ങനത്തെ കാര്യത്തൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാൻ ഞാൻ വേണമെങ്കിൽ ഗോൾഡൻ സൺറൈസ് ഇസ് ജസ്റ്റ് ഫോർ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വരാൻ, എന്തെങ്കിലും സന്തോഷങ്ങൾ വരാൻ, എന്തും നല്ലത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ. ഓക്കെ, സെക്കൻഡ് വൺ ഡിവൈൻ മാജിക് ബിഗിൻ നൗ. അഗൈൻ നമ്മുടെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ കൊണ്ടുവരാൻ, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ. ചേഞ്ചസ് ആവുന്നില്ല, അപ്പോൾ കാര്യങ്ങളൊന്നും മാറുന്നില്ല, ഒരേപോലെ സ്റ്റക്കായിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഡിവൈൻ മാജിക് ബിഗിൻ നൗ എന്ന് പറയാം. ഓക്കെ, ഡിവൈൻ ലവ് ആൻഡ് ഡിവൈൻ ബ്രിങ് ടുഗെദർ വിത്ത് ലവ് രണ്ടും റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് കിട്ടാനും, അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണായിട്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഡിവൈൻ ബ്രിങ് ടുഗെദർ വിത്ത് ലവ് എന്ന് പറയാം. ദെൻ ഡിവൈൻ ഫൈൻഡ് കൗണ്ട്, ഡിവൈൻ അബണ്ടൻസ്, ഇത് രണ്ടും മണി അട്രാക്ടിങ് സ്വിച്ച് വേർഡ്സ് ആണ്. സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്നത്തെ വളരെ ചെറിയ ചെറിയ ഭാഗത്താണ്. ഇതൊക്കെ നിങ്ങൾ 12 തവണ എഴുതാനുള്ളതാണ്. ആൻഡ് ഇവിടെ ഹെൽത്തിന് ഡിവൈൻ വാൾനട്ട് ബി, നിങ്ങളുടെ ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ. അതേപോലെ തന്നെയാണ് ഇതും ഓൾമോസ്റ്റ്. ഡിവൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, തെറ്റൊന്നുമില്ല. ഡിവൈൻ എന്നുള്ള വേർഡ് എപ്പോഴും നിങ്ങൾക്ക് എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഡിവൈൻ സ്ട്രക്ചർ അഡ്ജസ്റ്റ് എന്ന് പറയാം. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻ, ബോഡി പെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് നിങ്ങൾ ഫീൽ ചെയ്യുക, അങ്ങനത്തെയൊക്കെ സമയങ്ങളിൽ പറയാനുള്ളതാണ് സ്പെഷ്യലായിട്ട്. ഓക്കെ, സോ ഇത്രയും ഐ തിങ്ക് ഈ സ്വിച്ച് വേർഡ്സ് ഞാൻ കുറെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈവൻ ഈ ഗോൾഡൻ സൺറൈസ് നമുക്ക് എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യാം കേട്ടോ. ഡിവൈൻ മാജിക്കും നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ജനറലാണ്, എന്തിനും നിങ്ങൾക്ക് എടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ലവ് അട്രാക്ട് ചെയ്യണമെങ്കിലും ശരി, നിങ്ങൾക്ക് ഡിവൈൻ മാജിക് ബിഗിൻ നൗ എന്ന് പറയാം. പക്ഷെ മനസ്സിൽ ഇന്റൻഷൻ വെച്ചാൽ മതി. ഓക്കെ, എൻ്റെ ആഗ്രഹം ഇതാണ്, ഇന്ന കാര്യമാണ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റൻഷൻ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഞാൻ എൻ്റെ ആഗ്രഹം ആ സ്നേഹമാണ് എന്നുള്ളത്, അല്ലേ?
ഡിവൈൻ ഫൈൻഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്കെ മണിയാണ് നമ്മുടെ ആഗ്രഹം എന്നുള്ള അറിയാം. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഓക്കെ, അഫർമേഷൻസ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, 12 തവണ നിങ്ങൾ എഴുതുന്ന അഫർമേഷൻ ആയിട്ട് എഴുതാം. ഐ ആം ഹെൽത്തി, ഐ ആം ഹാപ്പി, ഐ ആം ബ്ലെസ്ഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാം. അത് 12 തവണ നിങ്ങൾക്ക് എഴുതാം. സോ എല്ലാം ഈ 12ന്റെ ആ നമ്പറിന്റെ മാജിക് നിങ്ങളൊന്ന് യൂസ് ചെയ്യാം. ആക്ച്വലി ഈ സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അപ്പോഴേക്കും ടെൻഷനൊന്നും അടിക്കണ്ട. അയ്യോ മിസ്സായി പോയി എന്ന് വിചാരിക്കേണ്ട. ഉച്ചയ്ക്ക് പറ്റിയാൽ ചെയ്യാമല്ലോ അല്ലേ? ഉച്ചയ്ക്ക് ഒരു തവണയെങ്കിലും പറ്റിയാൽ ചെയ്യാം. ബാക്കി പിന്നെ നിങ്ങൾ വേണമെങ്കിൽ വൈകുന്നേരത്ത് സന്ധ്യയ്ക്ക് ശേഷം ഇരുന്ന് മാനിഫെസ്റ്റേഷൻ്റെ കുറച്ച് ബ്രീതിങ് എക്സസൈസും ടെക്നിക്കും കുറേ ഇരുന്ന് അഫർമേഷൻസ് നിങ്ങൾ പറയുക തനിയെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അന്നത്തെ ദിവസം. ഓക്കെ, സോ ഇതാണ് മാനിഫെസ്റ്റിംഗ് മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഐ ഹോപ്പ് നിങ്ങൾ ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.